അതീവ ഗൗരവമേറിയ ചില വാർത്തകളാണ് മധ്യപൂർവേഷ്യയിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരതകൾ ഹമാസ് ഭീകരർ ഇസ്രായേലിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും നേരെ അഴിച്ചുവിട്ടതായുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ആ റിപ്പോർട്ട് സോക്കോൾഡ് മനുഷ്യാവകാശ പ്രവർത്തകർക്കും അല്ലെങ്കിൽ സാംസ്കാരിക നായകർക്കും ഒന്നും ഒരു ഞെട്ടൽ ഉളവാക്കിയില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. മാത്രമല്ല, ഈ ഹമാസിന്റെ പേരിൽ അല്ലെങ്കിൽ പാലസ്തീൻ്റെ പേരിൽ ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തി ലോകം മുഴുവൻ കലാപകലുഷിതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചില അജണ്ടകൾ, ചില തന്ത്രപരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ചില അജണ്ടകൾ കൂടി പുറത്തു വരുന്ന ഒരു കാഴ്ചയ്ക്കും ഈ ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഈ രണ്ട് വാർത്തകളാണ് ഇതിൻ്റെ പിന്നിലെ ആ ഒരു ഗൗരവാവസ്ഥയാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. മിഡിൽ ഈസ്റ്റ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അത് ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം വീണ്ടും എടുക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മധ്യപൂർവേഷ്യ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ അതിർത്തി മേഖലകൾ വീണ്ടും സംഘർഷഭരിതമാകുന്ന ചില സൂചനകൾ അവിടെ നിന്നും വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വീണ്ടും ലെബനോണിലേക്ക് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹിസ്ബുള്ളകൾ വീണ്ടും ആ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി അവരുടെ ആയുധശേഷിയും അവരുടെ സൈനിക ശേഷിയും ഒക്കെ ഒരു പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു കാഴ്ച, അത്തരമൊരു സാഹചര്യം അവിടെ ഉരുത്തിരിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇനി മറു സൈഡിൽ മറ്റൊരു അതിർത്തിയിൽ സദേൺ സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം ഇസ്രായേൽ എപ്പോഴും പിന്തുണച്ചിരുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ അവിടെ സിറിയയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നു. അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇനി ഇവിടെ സദേൺ ബോർഡറിലേക്ക് വരുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു അവസാനവട്ട ശുദ്ധീകരണത്തിലേക്ക് ഗാസയിൽ ഇസ്രായേൽ കടക്കുകയാണ് എന്ന ചില കാര്യങ്ങൾ അവിടെ നിന്ന് എന്ന കാര്യത്തെ സാധൂകരിക്കുന്ന ചില വാർത്തകൾ അവിടെ നിന്നും വരുന്നുണ്ട്. ഹമാസിൻ്റെ വളരെ ഉന്നതരായിട്ടുള്ള തീവ്രവാദികളെ, ഭീകരരെയൊക്കെ അവരെ വധിച്ചുകൊണ്ട് ഇസ്രായേൽ സേന ഗാസയിൽ മുന്നേറുന്നു. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ഒരു അപ്ഡേഷനാണ്. അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിന പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസ്സാക്ഷി, അല്പമെങ്കിലും മനസ്സാക്ഷി ഉള്ളവർ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അത് ശരിയാണ് ആ വാക്കെന്ന് എനിക്കറിയത്തില്ല. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കരഞ്ഞു പോകും നമ്മൾ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ. അത് മറ്റൊന്നുമല്ല, ഒക്ടോബർ 7 തീയതി 2023 ഒക്ടോബർ 7 തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ ആ ഒരു ആക്രമണം, ആ ഒരു ഘട്ടത്തിലും പിന്നീട് അവിടെ നിന്നും ബന്ദികളെ ഇസ്രായേലിൽ നിന്നും ഗാസയിലേക്ക് എത്തിച്ചപ്പോൾ അവർക്ക് നേരെ നടത്തിയ ആക്രമണം, ഈ രണ്ട് ഘട്ടത്തിലും ഈ ഹമാസ് ഭീകരർ ഇസ്രായേലികളെ, അത് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേൽ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ അഴിച്ചുവിട്ട കൊടും ക്രൂരതകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള കൊടും ക്രൂരതകളാണ്. ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ അധിനിവേശം ഏതൊക്കെ രാജ്യങ്ങളിൽ അവർ നടത്തിയിട്ടുണ്ടോ, ആ അധിനിവേശത്തിൻ്റെ ഒരു മേമ്പൊടിയായിട്ട്, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് അവർ ആ പ്രദേശങ്ങളിൽ അഴിച്ചുവിട്ട ലൈംഗിക ആക്രമണങ്ങളുടെ, ഒരു വൈകൃതങ്ങളുടെ ഒരു പുനരാവിഷ്കാരം അല്ലെങ്കിൽ അതിൻ്റെ തനി ആവർത്തനം തന്നെയാണ് ഇസ്രായേലികൾക്ക് നേർക്ക് ഈ ഹമാസ് ഭീകരർ അഴിച്ചുവിട്ടത്. നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ ചില കാര്യങ്ങൾ ഒന്ന് തുടക്കത്തിൽ പരാമർശിച്ചതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അരുണും റോബിനും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നാണ്. അതായത് ഈ സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങൾക്ക് നേരെ വെടിവെക്കുന്നു, അവിടെ ലോകഭാഗങ്ങൾ കടത്തിവിടുന്നു, അവരെ മരത്തിൽ കെട്ടുന്നു, അവരെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു, അത് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ബലാത്സംഗത്തിന് ഇരയാക്കുന്ന കൊടും ക്രൂരത നിറഞ്ഞ വാർത്തകൾ. അതിൻ്റെ വിശദാംശങ്ങൾ അരുണും റോബിനും പങ്കുവയ്ക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പോയിന്റാണ്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച സംഘടിപ്പിക്കുന്നത്. ഈ ഗാസ പ്രദേശത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം, പ്രത്യേകിച്ച് ഒക്ടോബർ 7 തീയതി 2023 ശേഷമാണ് ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വലിയ തോതിൽ നമ്മൾ ലോകമെമ്പാടും മുഴങ്ങിക്കേട്ടത്. അതിങ്ങ് കൊച്ചു കേരളത്തിൽ പോലും അതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിച്ചു. യൂറോപ്പിൻ്റെ തെരുവുകളെ കലാപകലുഷിതമാക്കുന്നതിൽ ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. ഈ ഫ്രീ പാലസ്തീൻ എനിക്ക് തോന്നുന്നു, നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ തന്ത്രപരമായിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക.
കൊണ്ടുവരിക, ആ ഒരു ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യക്ഷത്തിൽ ലോകം മുഴുവനെ ഇസ്ലാമിക ഭരണത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും എന്ന മുദ്രാവാക്യം അവർക്ക് ഉയർത്താൻ സാധിക്കുകയില്ല. അതിനു വേണ്ടിയിട്ട് ഒരു കോമൺ കോസ് വേണം. ആ ഒരു കോമൺ കോസിന്റെ പേരാണ് ഈ മുദ്രാവാക്യം. ഫ്രീ പാലസ്തീൻ എന്ന ബാനറിന്റെ കീഴിൽ ഇസ്ലാമിസ്റ്റുകളെ അണിനിരത്തുന്നു, സോക്കോൾഡ് മനുഷ്യസ്നേഹികളെ അണിനിരത്തുന്നു. അതിന്റെ പേരിൽ അവർ അധിനിവേശം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളെ കലുഷിതമാക്കുന്നു. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു യൂണിഫിക്കേഷൻ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന ബാനറിന്റെ കീഴിൽ തന്നെ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഒരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് കെൻഡക്കിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് നേരെ നടന്ന ഒരു ആക്രമണം. ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ആ അക്രമി കഫിയ ധരിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ കഫിയ ധരിച്ച് ഫ്രീ പാലസ്തീൻ ആ ഒരു സംഘടനയുടെയൊക്കെ ഒരു വക്താവാണ് ഈ ഒരു അക്രമി. ഈ പാലസ്തീനും അവിടെ നടന്ന ക്രൈസ്തവർക്ക് നേരെ നടന്ന ഒരു ആക്രമണം തമ്മിൽ എന്ത് ബന്ധം എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു അജണ്ടയാണ്. ഈ മനുഷ്യ സ്നേഹത്തിന് അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ മറവിൽ ലോകം മുഴുവൻ ഒരു ശരീഅത്ത് ഭരണത്തിൻ്റെക്ക് കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ നടത്തുന്ന വളരെ തന്ത്രപരമായിട്ടുള്ള അജണ്ടയാണ് ഫ്രീ പാലസ്തീൻ. പക്ഷേ അതിൽ പലരും വീണു പോകുന്നു, പലരും പെട്ടുപോകുന്നു. അതിൻ്റെ തന്ത്രപരമായിട്ടുള്ള അജണ്ട തിരിച്ചറിയാതെ പോകുന്നു. ഇപ്പോൾ റോബിൻ, നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തതുപോലെ ഒക്ടോബർ 7 ഈ ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിട്ട ക്രൂരതകൾ അത് എത്രത്തോളം പൈശാചികമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ആദ്യഘട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ഏത് വികാരമാണ് ഈ ഹമാസ് ഭീകരരെ ഇത്രത്തോളം ക്രൂരന്മാരാക്കി മാറ്റുന്നത്? നമുക്കറിയാം, പിശാചുകൾ പോലും ഇത്രയും ക്രൂരന്മാരായിട്ട് പെരുമാറുമോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം യഹൂദർക്കെതിരെ ശക്തമായിട്ടുള്ള വിരോധം വെച്ച് പുലർത്തിയിരുന്ന ഹിറ്റ്ലർ പോലും ചെയ്യാൻ അറച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹമാസ് ഭീകരർ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെ, അവർക്ക് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ, അത് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ല, സാധാരണക്കാർക്ക് നേരെ അഴിച്ചുവിട്ടത്. അപ്പം എന്ത് വികാരമാണ് ഇവരെ ഇത്രത്തോളം ക്രൂരന്മാരാക്കി മാറ്റുന്നത്? ഈ ക്രൂരരെ ഏത് വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർ പോരാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? ഒരുപക്ഷെ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്രയും, ലോകത്തിനെല്ലാം അറിയാം, ഏകദേശം 60,000-ഓളം ആളുകളാകാൻ പോവുകയാണ് മരണപ്പെട്ടത് ഗാസയിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗാസയിലുള്ള ആ സൈനിക നീക്കത്തെ ഇപ്പോഴും ഇസ്രായേൽ ജനത അനുകൂലിക്കുന്നത്, ലോകത്തിലുള്ള പല ഭാഗത്തുള്ള ജനങ്ങളും അനുകൂലിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ ചെയ്ത് ഇപ്പം ആളുകളെ യുദ്ധത്തിൽ കൊന്നു, അത് ഓക്കെ. പക്ഷേ അതിനും അപ്പുറത്ത് അവർ ചെയ്തൊരു ക്രൂരതയുണ്ട്, ഒരു ഭയങ്കര ക്രൂരത. എന്ന് വെച്ചാൽ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്തതെന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തത്. എന്ന് വെച്ചാൽ ആ ഒരു ജനതയോടുള്ള അവരുടെ ആ ഒരു ഭയങ്കര വെറുപ്പുണ്ട്. ആ വെറുപ്പ് കൃത്യമായിട്ട് ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഇവർ ആ സ്ത്രീകളെ വെറുതെ ബലാത്സംഗം ചെയ്തതല്ല, അങ്ങനെ ബലാത്സംഗം ചെയ്തു. എന്ന് വെച്ചാൽ അവരെ നാണം കെടുത്തണം. എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ കണ്ടു കഴിയുമ്പോൾ, ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സ്ത്രീകളെ കണ്ടു കഴിയുമ്പോൾ ആ ജനത മനസ്സിലാക്കണം, ഞങ്ങൾ നിങ്ങളെ എത്രത്തോളം വെറുക്കുന്നു, എത്രത്തോളം പുച്ഛിക്കുന്നു. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇവരെല്ലാം ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഓർക്കാണ്, ഈ ഒരു പിയേഴ്സ് മോർഗൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ബ്രിട്ടനിലെ ഇതുപോലെ കുടിയേറിയ ഒരു ഡോക്ടറെ അയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അയാളോട് പറയുന്നുണ്ട്, ഇത്രയും ക്രൂരതകൾ കാണിച്ചതിന് നിങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത് ചോദിക്കും. അയാൾക്കതൊരു വിഷയമേ അല്ല. അയാൾ അപ്പോഴും പലസ്തീനെ ന്യായീകരിക്കുന്നു. അപ്പോൾ അതിനു മുന്നേ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇസ്രായേൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്രൂരത, ആ സ്വഭാവം, ആ ക്രൂരത കാണിച്ച സ്വഭാവത്തെ ഈ വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യന്മാർ പോലും, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ പോലും അതിനെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ക്യാരക്ടറിൽ അതില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, ഇപ്പോൾ ഇസ്രായേലിൽ കയറി ഈ മനുഷ്യന്മാർ ക്രൂരതകൾ, ഓക്കെ, ജൂതന്മാരോട് ഇവർക്ക് വെറുപ്പാണ്, ജൂതരാജ്യം ഇവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ പലസ്തീനിലേക്ക് ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുന്നു, സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് പലസ്തീനികൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ജൂതന്മാർ കടന്നു കയറി, അങ്ങനെയൊക്കെ ഇവർ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെയുള്ള ആരോപണത്തിൻ്റെ പേരിലാണ് ഇവർ ജൂതന്മാരോട് അങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ സിറിയയിലും ഇറാഖിലുള്ള ക്രിസ്ത്യാനികളോട് ഇതേ ക്രൂരത കാണിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സിറിയയിലും അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഇവരെ ഒന്നും ചെയ്തില്ല, ആരെയും കടന്നു കയറിയിട്ടില്ല. ഇവർ കടന്നു കയറി ബലം പ്രയോഗിച്ച് അവരെ മതം മാറ്റുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ളതല്ലാതെ, അവിടെയുള്ള മുസ്ലിംസ് ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ളതല്ലാതെ, ഈ ഇറാഖിലും സിറിയയിലുമുള്ള, അതുപോലെ ഈ നൈജീരിയയിലുള്ള, അങ്ങനെ അടക്കമുള്ള സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനികൾ ഇവരോട് എന്ത് ചെയ്തിട്ടാണ് ഇതേ ക്രൂരത അവർ ക്രിസ്ത്യാനികളോട് കാണിച്ചതെന്നുള്ളതാണ്. അപ്പോൾ അതിന് ന്യായീകരണമില്ല. ജൂതന്മാരോട് മാത്രം ഈ ക്രൂരത കാണിച്ചു എന്ന് പറയുന്നതിൽ ന്യായീകരണമില്ല. ഇത് ഇവരുടെ പൊതു സ്വഭാവമാണ്.
ഈ പൊതു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇവരുടെ ഇന്നേറ്റായിട്ട് ഇവരുടെ രക്തത്തിൽ ഇവരുടെ ജീനിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്രൂരതയാണ് ഇവരെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇതുപോലെ ഇവരോട് തിരിച്ചു ചെയ്യുന്നത്. കാരണം ഒരു ഹമാസ് തീവ്രവാദിയും അവിടെ ഉണ്ടാകരുത് എന്ന് ഇസ്രായേൽ വാശി പിടിക്കാൻ കാരണം ഇത് ഇവരുടെ രക്തത്തിൽ കിടക്കുന്നതാണ്. അല്ലാതെ ഒരു ജൂതനായതുകൊണ്ട് ചെയ്തതല്ല. അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും ആരാണെങ്കിലും ഇവന് ചെയ്യും. കാരണം എങ്ങനെയാണ് ഇതുപോലെ ക്രൂരത കാണിക്കുന്ന ആ ക്രൂരതയിൽ അഭിരമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക സങ്കല്പം എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്നവന് സ്വർഗം കിട്ടുമെന്ന് ആരാണ് ഇവരോട് പറഞ്ഞ് പഠിപ്പിച്ചതെന്നാണ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. കാരണം ഇതുപോലെ ക്രൂരത ചെയ്യുന്നവനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവന് സ്വർഗം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക സങ്കല്പം എന്ന് പറയുന്നത് വളരെ ക്രൂരമാണത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ലോകത്തിന് കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകം ഈ ഹമാസ് തീവ്രവാദികളെ ഇതുപോലെ ഗാസയിൽ അവിടെ ഇസ്രായേൽ സൈനിക നടപടി എടുത്തിട്ടും അതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ ലോകത്തുള്ള മറ്റ് പല രാജ്യങ്ങളും തയ്യാറാകാത്തതിൻ്റെ കാരണം ഇതാണ്. ഈ സങ്കല്പത്തോട് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ആണ് ഈ ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു സ്വഭാവമാണ് അവർ ഇസ്രായേലിനോടൊന്ന് കാണിച്ചത്. അപ്പോൾ ആ സ്വഭാവത്തെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ലോകം മുഴുവൻ ഇപ്പം തീവ്രവാദികൾ പൊട്ടിത്തെറിക്കുന്നു. ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മൾ തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എപ്പോഴും പൊട്ടിത്തെറികൾ മാത്രമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാം ഇതിനു വേണ്ടി, ഈ സങ്കല്പത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇസ്രായേലിനോട് മാത്രം കാണിച്ചതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തിനാണ് ഇവർ ഇതുപോലെ പാവപ്പെട്ട മനുഷ്യരെ പൊട്ടിത്തെറിച്ചത്? അതുപോലെ ലോകത്തിൽ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ് ഇവരെ കൊണ്ട് ഗതികെടുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ക്രൂരമായിട്ട് ബലാത്സംഗങ്ങൾ, അതുപോലെ കത്തി ആക്രമണങ്ങൾ, അതുപോലെ വണ്ടി കയറ്റി ആളുകളെ ചതച്ചരച്ച് കൊല്ലുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവരവിടെ ചെയ്യുന്നത്? അപ്പോൾ ഇത് ഇവരുടെ എല്ലാം പൊതു സ്വഭാവമാണ്. ആ പൊതു സ്വഭാവത്തിനെതിരെയാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ സൈനിക നടപടി നിർത്തില്ല എന്ന് പറഞ്ഞത്. കാരണം അവിടെയുള്ള എല്ലാ തീവ്രവാദികളെയും ഇല്ലാതാക്കുന്നോടം വരെ ഇസ്രായേൽ ഈ സൈനിക നടപടി തുടരും എന്നുള്ളതാണ്. കാരണം ഇവൻ്റെ എല്ലാം ബേസിക് സ്വഭാവം ഇതാണ്. കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കണം. ഇതുപോലെ ക്രൂരത ക്രിസ്ത്യാനികളോട് അവിടെ കാണിച്ചിട്ട് വത്തിക്കാൻ എന്താണ് ചെയ്തത്? ഈ ക്രൂരത കാണിച്ച് ഈ മനുഷ്യന്മാരെ, ആ പ്രദേശത്തുള്ള മനുഷ്യന്മാർ, അവരുടെ ബന്ധുക്കളാകാം, അവരുടെ സ്വന്തക്കാരാകാം, ആ മനുഷ്യന്മാരുടെ കഷ്ടപ്പാട് കണ്ടുവച്ചിട്ട് ആ കഷ്ടപ്പാടിൻ്റെ പേരിലാണ് ഇവരോട് കുടിയേറ്റത്തെക്കുറിച്ച് വത്തിക്കാൻ സംസാരിക്കുന്നത്. ഓരോ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും പലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ സംസാരിക്കാറുണ്ട്, അവരുടെ അനുഭവപൂർവ്വം സംസാരിക്കാറുണ്ട്. ഇവരെന്താ വിചാരിച്ച ക്രിസ്ത്യാനികൾ പൊട്ടന്മാരായിട്ടാണ് ഇത് ചെയ്യുന്നത്? അതൊരു തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അതാണ് ഈ തത്വശാസ്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പം നെതന്യാഹു നടത്തുന്ന ആക്രമണങ്ങളെയോ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെയോ പലസ്തീനിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിന് നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം അത് നമ്മുടെ തത്വശാസ്ത്രമല്ല, അത് നമ്മുടെ ദൈവശാസ്ത്രമല്ല അത്. പക്ഷേ ഇവർ ഓർക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ ഇവരോട് തിരിച്ചിത് ചെയ്യാത്ത, ഇവർ ഒരുപാട് ദ്രോഹിച്ചിട്ടും ഇതുപോലെ അനുഭാവപൂർവ്വം പെരുമാറുന്ന ഓരോ പ്രാർത്ഥനകളിലും ഇവരെ ഓർക്കുന്ന ക്രിസ്ത്യാനികളുടെ തത്വശാസ്ത്രമല്ല, ദൈവശാസ്ത്രമല്ല, ജൂതന്മാരുടേത്. അവരുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളത് തന്നെയാണ്. അടിച്ചവനെ അവർ ഒരു കാലത്തും വിടുകയില്ല, അവനെ ഓടിച്ചിട്ട് ഏത് കാലത്താണെങ്കിലും അവർ തീർക്കും. ആ തീർക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ചെയ്യുന്ന ആളുകളെ ഒന്ന് തള്ളിപ്പറയാനെങ്കിലും, വാ തുറന്നൊന്ന് തള്ളിപ്പറയാനെങ്കിലും ഉള്ള മനസ്ഥിതിയാണ് ഇവിടുത്തെ ഈ ഹമാസ് പോരാളികളാണെന്നും ധീരസേനാനികളുമാണെന്ന് പറയുന്നവർ കാണിക്കേണ്ടത്. കാരണം ആ ക്രൂരതയെ അതാണ് ഞാൻ പറഞ്ഞത്. പി എസ് മോർഗൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഈ ക്രൂരതയെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അതിനെ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. ആ ക്രൂരതയെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും. അപ്പോൾ ഇവിടെ പോരാളികളെന്നും ധീരസേനാനികൾ എന്നൊക്കെ വിളിക്കുന്നവർ ആദ്യം ആ ക്രൂരതയെ തള്ളിപ്പറയാനാണ് ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇവർ ഈ ചെയ്ത ക്രൂരത അതേ മനസ്ഥിതി തന്നെയാണ്. എന്ത് ക്രൂരതയാണ് കാണിച്ച അതേ മനസ്ഥിതി തന്നെ സിറിയയിലെ ക്രിസ്ത്യാനികളോട് കാണിച്ച, അതുപോലെ ഇവിടുത്തെ ജൂതന്മാരോട് കാണിച്ച അതേ ക്രൂരതയുടെ മനസ്ഥിതി തന്നെയാണ് ഇവരെ പോരാളികൾ എന്ന് വിളിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ളത്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അവരെന്ത് ചെയ്തോ അത് മറ്റുള്ളവരോട് ചെയ്യണം എന്ന് തന്നെ മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് അവരെ പോരാളികളെന്നും ധീരസേനാനികളെന്നും വിളിക്കാൻ കഴിയുള്ളൂ. കാരണം അത്രയ്ക്ക് ക്രൂരതയാണ് ചെയ്തത്. ആ ക്രൂരത നാളെ ഇതേ മനുഷ്യർ വേറുള്ള ആളുകളോടും ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അരുൺ, ഇപ്പോൾ റോബിൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഈ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം നമ്മുടെ എഡിറ്റോറിയൽ ടീം എന്താണ് വാസ്തവം എന്നുള്ളൊരു ബാനറിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതായത് ആ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. എനിക്കൊന്ന് ആ പ്രോഗ്രാം അനേകർ വാച്ച് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ഇതായിരുന്നു, ഗാസയിൽ ഹമാസ് ചെയ്ത ആ കൊടും ക്രൂരതകൾ. ചില ദൃശ്യങ്ങളൊക്കെ നമുക്കന്ന് കുറേ റോ ഫുട്ടേജൊക്കെ ഇപ്പോഴും നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ നമുക്ക്
നമുക്ക് നേരിട്ട് ഇപ്പോൾ പോലും കാണാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് കത്തിക്കുന്നു, അത്തരത്തിലുള്ള കൊടും ക്രൂരത നിറഞ്ഞ റോ വിഷ്വൽസ് ഒക്കെ നാം കണ്ടു. അപ്പോൾ ഇവര് എങ്ങനെ ഇത്രത്തോളം ക്രൂരന്മാരാകുന്നു എന്നൊരു കാര്യം റോബിൻ സൂചിപ്പിച്ചു. അതായത് ഈ ഒരു അധിനിവേശത്തിന്റെ ഒരു ആയുധമായിട്ട് ഇവർ ഈ ക്രൂരതയെ ഉപയോഗപ്പെടുത്തുന്നു. അതായത് അധിനിവേശം നടത്തുന്നു, ഒപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ വാർ. ഞങ്ങൾ ഇന്ന് ഇസ്രായേലികളോട് ചെയ്തത് ഞങ്ങൾ നാളെ നിങ്ങളോടും ചെയ്യും എന്ന വ്യക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പായിരിക്കില്ലേ ഈ ഹമാസ് ഭീകരർ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ്. ആ ഇസ്ലാമിക തീവ്രവാദികൾ ഏതൊക്കെ രാജ്യങ്ങളിൽ അവർ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നുവോ, ആക്രമിക്കാൻ ശ്രമിക്കുന്നുവോ, ആ ഇസ്ലാമിക തീവ്രവാദം നൽകുന്ന സോക്കോളുള്ളൊരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഈ ഹമാസ് ഭീകരർ ഇസ്രായേലികളോട് കാണിച്ച ഈ ഒരു ക്രൂരത. ജോർജി ദിന പ്രൊജക്ട് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ആഴ്ചയാണ് കിട്ടിയത്. പക്ഷേ അതിനേക്കാൾ 2 വർഷം മുമ്പ് തന്നെ നമ്മൾ എന്താണ് വാസ്തവം എന്നുള്ള പ്രോഗ്രാമിൽ കൃത്യമായിട്ടും ഹമാസ് ചെയ്ത ക്രൂരതകൾ കൃത്യമായിട്ട് എണ്ണി നമ്മളത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അന്ന് നമുക്ക് ലഭ്യമായ വിഷ്വലുകളും നമ്മൾ ആ പ്രോഗ്രാമിനോടൊപ്പം നമ്മൾ ബ്ലർ ചെയ്തിട്ടാണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഫോക്കസ് ചെയ്തത് മെയിനായിട്ട് എല്ലാ തരം ക്രൂരതകളായിരുന്നെങ്കിൽ ഈ ദിന പ്രൊജക്റ്റ് അത് അവർ കൃത്യമായിട്ട് ലൈംഗികമായ അതിക്രമങ്ങളെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു അത് ഈ കൊച്ചു കുട്ടികളെ പോലും പോയിന്റ് ബ്ലാങ്കിൽ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്ന ഇത്, അതുപോലെ തന്നെ കത്തിച്ച അനവധി ഒരു കൊച്ചിനെയൊന്നല്ല ഒരുപാട് കുഞ്ഞുങ്ങളെ അവർ കുടുംബമായിട്ട് കത്തിച്ചതുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കന്മാർ അത് ഈ ബന്ദികളാക്കിയതിന് ശേഷം പോലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കന്മാരെ വെടിവെക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് കിട്ടിയിരുന്നു. ഈ ദിന പ്രൊജക്റ്റിൽ ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുരുഷന്മാരുടെ ജനനേന്ദ്രിയങ്ങൾ പോലും ഛേദിച്ച് കളഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തേക്ക് അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് വെടിവെച്ചിരിക്കും. ആ കാര്യം അന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ലോഹ കഷ്ണങ്ങൾ സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിലേക്ക് കുത്തിക്കയറ്റിയ അവസ്ഥ. ശരിക്കും നമ്മൾ ആ ഇത്രയും വലിയ ക്രൂരത ചെയ്തത് അതിന് നമുക്ക് ഒരു പരാതിയില്ല. കാരണം അത് ഹമാസിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഹമാസ് ഇതേ ചെയ്യുള്ളൂ, അവർ ഇനിയും അത് തന്നെ ചെയ്യുള്ളൂ. കാരണം അവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം അതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിർഭയ കേസുണ്ടായ സമയത്ത് ഇതുപോലെയുള്ള ചില ക്രൂരതകൾ ഇവിടുത്തെ പ്രതികൾ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു പ്രതിഷേധമുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ടായ ഒരു ആത്മരോഷമുണ്ട്. ഇതേ കാര്യങ്ങൾ ഇതിൻ്റെ 10 മടങ്ങ് ശക്തിയോട് കൂടിയിട്ട് ഹമാസ് ചെയ്തപ്പോൾ അവർ പോരാളികളായി. ഇവിടുത്തെ സാധാരണക്കാർ എന്ന് അറിയപ്പെടുന്ന സാധാ ജനത്തിന്, ഞാൻ ആരാണെന്നത് പറയുന്നില്ല, അവർക്ക് ഇവർ പോരാളികളായത് എങ്ങനെ? ഇതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. റോബിൻ സൂചിപ്പിച്ച അതേ വിഷയം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഇവിടുത്തെ ഹമാസ് മാനസരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് 1ഉം 2ഉം അല്ല എന്നതാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. ഇവർ ഒരു അവസരം വരുമ്പോൾ ഇത് തന്നെ ചെയ്യും. ഇന്ന് ഹമാസിനെ ഇവർ എങ്ങനെ ന്യായീകരിക്കുന്നുവോ അതേ ന്യായീകരണങ്ങൾ ഇവർ പറയും. ഒരു ഹിന്ദുവിനെ കൊന്നിട്ട് അവർ പറയും അവൻ സംഘിയായിരുന്നു, അവൻ വർഗീയവാദിയായിരുന്നു എന്ന് പറയും. ഒരു ക്രിസ്ത്യാനിനെ കൊന്നിട്ട് അവർ പറയും അവൻ ക്രിസംഗിയ എന്ന് പറയും. അതല്ലെങ്കിൽ അവൻ കാഫിറ എന്ന് പറയും. ഒരു മുസ്ലിമിനെ കൊന്നിട്ട് അവർ പറയും അവൻ ഇസ്ലാമിനെതിരാന്ന് പറയും. അവർ ഇത് തന്നെ ഇവിടെ ചെയ്യും. എന്നിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവരെ താങ്ങിപ്പിടിച്ച് നടക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്. വലിയ ഭയം. ശരിക്കും കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയം ഉള്ളിൽ നിറയേണ്ട ഒരു സമയം തന്നെയാണിത്. ഈ അവസ്ഥ കേരളത്തിനെ നാളുകൾ കൊണ്ട് ചെന്നെത്തിക്കാൻ പോകുന്ന അതൊരു സിറിയയോ ഇറാഖോ ഒക്കെയാണ്. ഇനി ജോർജ് സൂചിപ്പിച്ച രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്. ഞാനും ഫ്രീ പാലസ്തീൻ്റെ ആശയക്കാരൻ തന്നെയാണ്. പക്ഷേ ഫ്രീ പാലസ്തീൻ ഫ്രം ഹമാസ് എന്ന് കൂടിയുണ്ട് എനിക്ക് പറയാനായിട്ട്. ഇവിടെ ഫ്രീ പാലസ്തീൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഫ്രീ പാലസ്തീൻ അല്ല. ഇവർ കൃത്യമായിട്ട് പറയുന്നു ഡെത്ത് ടു ഇസ്രായേൽ. അതല്ലാതെ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പാലസ്തീനികളുടെ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു രാജ്യം ഇതല്ല അവരുടെ സ്വപ്നം. ഇവരുടെ സ്വപ്നം ഇസ്രായേലിൻ്റെ നാശം, ഇസ്രായേലിൻ്റെ ഉന്മൂലനം, ഇസ്രായേലിൻ്റെ മരണം. ഒരു ഇസ്രായേൽ എന്ന അവർ ഉദ്ദേശിക്കുന്നത് ജൂതനുമാണ്. അവിടെയാണ് വീണ്ടും അപകടം വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജൂതൻ ആ പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല. ജൂതൻ എവിടേക്ക് വേണമെങ്കിൽ പോക്കോ, അതല്ലെങ്കിൽ അവനെ കൊന്നുകൊടുക്കും. ഇതാണ് അവരുടെ ആശയം. ഇത് പറയുന്നവർക്ക് ഈ ആശയം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇത് അറിയാത്ത കുറേ മണ്ടന്മാർ, ലിബറൽസെന്നും സോഷ്യലിസ്റ്റുകളെന്നും സെക്യുലറിസ്റ്റുകളെന്നൊക്കെ പറയപ്പെടുന്ന അവർ ഇതിൻ്റെ പിന്നാലെ ഇതറിയാതെ ഇവരുടെ ഒപ്പം തന്നെ നടക്കുന്നു എന്നുള്ളിടത്താണ് ഇവിടെ അപകടം വരുന്നത്. പലപ്പോഴും പല ലെഫ്റ്റുകൾക്ക് പോലും ഇതിൻ്റെ ഉള്ളിലത്തെ അജണ്ട കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്താണ് ഈ പാലസ്തീൻ? ഏതാണ് ഈ പാലസ്തീൻ? പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു രാജ്യം, ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്നതാണ് ആദ്യത്തെ അപകടം.
നമുക്കറിയാം, പല തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, എന്നാലും ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറയാം. 3000 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ രാജ്യമാണ്. അതിനുശേഷം ക്രിസ്തു വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിതറിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെ ഏതാനും യഹൂദരും ഏതാനും ക്രിസ്ത്യാനികളും ഒക്കെയാണ്. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിന് ശേഷം കുറച്ച് മുസ്ലിംസും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരൊക്കെ ഉണ്ടായിരുന്നത് ഈ ജെറുസലേമിനോട് ചുറ്റിപ്പറ്റിയുള്ള ഏതാനും സ്ഥലത്ത് മാത്രമാണ് അവരുണ്ടായിരുന്നത്. അതല്ലാത്ത ഈ പ്രദേശം മുഴുവൻ മരുപ്രദേശങ്ങളായിരുന്നു. ഇവിടെ വന്നവരാരാ? ഈ 1800കളുടെ ശേഷം പ്രത്യേകിച്ച് സിറിയയിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അവിടുത്തെ ഭരണകൂടങ്ങളെ ഭയന്ന് ഓടി വന്നവരുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടങ്ങൾ ആട്ടി പുറത്താക്കിയവരുണ്ട്. ഇവരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. 1900-ൽ ഏകദേശം 5 ലക്ഷം പേരാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാലസ്തീനികൾ എന്ന് ഇപ്പോൾ പറയപ്പെടുന്ന അറബുകൾ അവിടെ വെറും 5 ലക്ഷം. ഇന്ന് വെസ്റ്റ് ബാങ്കിലുണ്ട് 30 ലക്ഷം, ഗാസയിലുണ്ട് 22 ലക്ഷം. ഏകദേശം ഇത്രത്തോളം പേര് തന്നെ അഭയാർത്ഥികളാണെന്ന് ഇവർ പറയുന്നു. അപ്പോൾ എത്ര ലക്ഷം പലസ്തീൻ അറബികൾ ഇന്നുണ്ട്? പക്ഷേ അന്നുണ്ടായിരുന്നത് 5 ലക്ഷമാണ്. ഈ 5 ലക്ഷത്തിലേക്ക് ജൂതന്മാരെ അവർ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഈ സ്ഥലം വാങ്ങി അവരുടെ പൂർവികരുടെ നാട്ടിലേക്ക് അവർ മടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ഇത്രയേ ഉള്ളൂ. അന്ന് മുതലേ ഈ അറബികൾ ജൂതന്മാരുമായിട്ട് വഴക്കാണ്. അതിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ഒട്ടോമൻസിൽ നിന്ന് ഭരണം പോകുന്നു. ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കീഴിലേക്ക് ഈ പ്രദേശങ്ങൾ വരുന്നു. അന്ന് ബ്രിട്ടൻ ഈ പ്രശ്നം തീർക്കാൻ നോക്കി. ഒടുവിൽ അത് UN കൊടുത്തു. ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന UN തീരുമാനിച്ച ഒരു തീരുമാനമായിരുന്നു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ആ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇസ്രായേൽ അംഗീകരിച്ചപ്പോൾ ആരാണ് അംഗീകരിക്കാതിരുന്നത്? പാലസ്തീനിലെ അറബികളാണ് അംഗീകരിക്കാതിരുന്നത്. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളും. അവർ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? 1948 തന്നെ ഇസ്രായേൽ രാജ്യം രൂപീകൃതമായ ആ സമയം തന്നെ അവരും ഈ പാലസ്തീൻ്റെ അകത്തുള്ള പാലസ്തീനികൾ എന്നറിയപ്പെടുന്ന അറബികളും ഒരുമിച്ച് നിന്ന് ജൂതനെതിരെ യുദ്ധം ചെയ്തു. ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ മാത്രമാണ് പിന്നെയുള്ള ഓരോ വർഷം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുള്ളൂ. ഈ യുദ്ധം ചെയ്തത് ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളാണ്, ഇസ്രായേലിനെതിരെയാണ്. അതോടൊപ്പം അവിടുത്തെ പാലസ്തീനികൾ ചേർന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം തീർന്നപ്പോൾ ഇസ്രായേൽ വിജയിച്ചപ്പോൾ ഈ പാലസ്തീനികൾക്ക് പലർക്കും അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വന്നു. അന്ന് ആ യുദ്ധത്തിലൂടെയാണ് ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് ഈ സ്ഥലങ്ങൾ വരുന്നത്. ഇസ്രായേൽ തുടങ്ങിയ യുദ്ധമല്ലായിരുന്നു. ഇസ്രായേൽ അവർക്ക് UN അനുവദിച്ചു തന്ന ഭൂമി അവർ അംഗീകരിച്ചാണ്. അത്രേ അവർ ചോദിച്ചുള്ളൂ, അത്രേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ. ഈ യുദ്ധം ചെയ്തതോടുകൂടിയാണ് ഇവരുടെ കയ്യിലത്തെ ബാക്കി സ്ഥലം കൂടിയും പോകുന്നത്. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഇന്ന് ഇവർ പാലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഈ 2 സ്ഥലങ്ങൾ ആരുടെ കയ്യിലായിരുന്നു? ഈ 2 സ്ഥലങ്ങൾ ഒന്ന് ഈജിപ്തിൻ്റെ കയ്യിലും ഒന്ന് ജോർദാൻ്റെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 67 വരെ അതേ അവസ്ഥ തുടർന്നപ്പോൾ ആർക്കും പരാതിയില്ല. അന്ന് ആർക്കും ഫ്രീ പാലസ്തീൻ ഇല്ല. അന്ന് ആർക്കും പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യവും ആർക്കും വേണ്ട. 67 ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നത് ആരാ? അത് ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്നിട്ടാണ് ആ യുദ്ധത്തിന് വന്നത്. അപ്പോഴാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്. അന്ന് ഇസ്രായേൽ യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഇല്ല. ആ യുദ്ധത്തോടുകൂടി ഈ പറഞ്ഞ ഗാസയും ഈ വെസ്റ്റ് ബാങ്കും ഒക്കെ ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നു. ആരാ കാരണക്കാർ? ഇസ്രായേലാണോ? അല്ല. എല്ലാം ചെയ്തത് അന്നത്തെ അറബ് രാജ്യങ്ങളും പാലസ്തീൻകാരും ചേർന്ന് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് വന്ന ഈ നഷ്ടങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം. എന്നിട്ട് പോലും ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നുണ്ട്. ഓസ്ലോ കരാർ വന്നതിന് ശേഷം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പാലസ്തീൻ ജനതയുമായിട്ടും പാലസ്തീൻ PLO ആയിട്ടും അറാഫത്തോ ഒക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. അപ്പോഴാണ് ഹമാസ് അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കുന്നത്. 2006 മുതൽ അവർക്കാണ് അന്ന് ഗാസ പ്രദേശത്ത് ഭൂരിപക്ഷം കിട്ടിയത്. പാലസ്തീൻ്റെ മൊത്തത്തിലും ഭൂരിപക്ഷം അവർക്ക് കിട്ടിയത്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ ഗാസയിൽ അവർ ഭരണം തുടങ്ങി. ഗാസയിൽ അവർ ഭരണം തുടങ്ങിയിട്ടാണ് ഇന്നത്തെ ഈ അവസ്ഥ എത്തിയത്. ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ സമാധാനത്തോടുകൂടി അവിടെ പാലസ്തീനികൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഗാസയിലുള്ള ജനം നരകിച്ച്, ഹമാസിൻ്റെ കീഴിലുള്ള റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ജനം നരകിച്ച് ജീവിക്കുന്നു. ആരാണ് ഉത്തരവാദി? ഉത്തരവാദികളെ ഗാസയിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. എങ്കിൽ ഇപ്പോൾ അബ്രഹാം അക്കോർഡ് വെച്ചിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത എല്ലാ അറബ് രാജ്യങ്ങളും ഒരുമിച്ച് ഇസ്രായേലിനെ കൈ കൊടുക്കുമ്പോൾ ഇതേ പാലസ്തീനും അതേ സൗഭാഗ്യത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. ഹമാസ് അവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. യെസ്, ഞാൻ അവസാനമായിട്ടൊരു 4 പോയിന്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ അരുണും റോബിനും സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. അതായത് ഇവർ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിടുന്നത് ഇസ്രായേലരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ അവരുടെ ജനനേന്ദ്രിയങ്ങൾക്ക് നേരെയാണ്. വെടിവെക്കുന്നു, ലോഹഭാഗങ്ങൾ കടത്തിവിടുന്നു. അത് വളരെ ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ളൊരു സന്ദേശം ആണ് അവർ അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ കൂട്ടർ നടത്തിയ എല്ലാ അധിനിവേശങ്ങൾക്കും പിന്നിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു
വംശഹത്യ ഇനി അടുത്തൊരു ജനറേഷൻ ഉണ്ടാകരുത് എന്നതിൻ്റെ ഒരു വളരെ ക്രൂരമായിട്ടുള്ളൊരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ആക്രമണങ്ങളിലൂടെ ഇവർ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട് ഈ ഫ്രീ പാലസ്തീനുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ഈ ഫ്രീ പാലസ്തീൻ ആ മുദ്രാവാക്യം വിളിച്ച് യൂറോപ്പിൻ്റെ തെരുവിലൂടെ നടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് പല ഭാഗങ്ങളിലും എന്താ പറയുക പാലസ്തീനെ സ്വന്തം പ്രദേശം പോലെ കരുതുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്, ഇവർ അത്രമാത്രം പാലസ്തീനോട് അത്ര പ്രേമമാണെങ്കിൽ ഇവർക്ക് ധൈര്യമുണ്ടോ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പാലസ്തീനിൽ വന്ന് താമസിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ട്? നമുക്കറിയാം ഇസ്രായേൽ ഇത്രത്തോളം പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ഈ ആലിയ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം. അവരുടെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ വളരെയധികം സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഇസ്രായേലരായിട്ടുള്ളവർ തങ്ങളുടെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുന്നു. അത് പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുമ്പോഴാണ് ഇസ്രായേലിലേക്ക് അവർ വരുന്നത്. മറു സൈഡിൽ പാലസ്തീനെ അത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് ദീർഘകാലം താമസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 2-3 ആഴ്ച ധൈര്യമുണ്ട് ഈ ഗാസയിൽ വന്ന് താമസിക്കുവാൻ, ഈ വെസ്റ്റ് ബാങ്കിൽ വന്ന് താമസിക്കുവാൻ ധൈര്യമുണ്ട്. അവർക്ക് ധൈര്യമില്ല എന്നതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല ഈ ഫ്രീ പാലസ്തീൻ്റെ മറവിൽ നമ്മൾ വളരെ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഇസ്ലാമോഫോബിയ. അത് നമ്മൾ ആഴത്തിൽ അതിനെപ്പറ്റി ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഒരു അവബോധം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാര്യം അത് എത്രത്തോളം വാസ്തവമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നിരവധി തവണ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സിനഗോഗുകൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ യഹൂദർ ആക്രമിക്കപ്പെടുന്നു. നമ്മൾ മാത്രമല്ല ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയത്തിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള അഭയാർത്ഥി വന്ന് അവിടെ വിഷയമുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും യൂറോപ്പിലെ ഏതെങ്കിലും ഒരു മോസ്കിൽ ഒരു ശുശ്രൂഷ അവരുടെ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള അങ്ങനെ ഒരു വാർത്ത നമ്മൾ വരുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ നമ്മൾ അങ്ങനെ ഒരു വാർത്ത കാണുന്നില്ല. ഏതെങ്കിലും മോസ്കുകൾ യൂറോപ്പിൽ ആക്രമിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു വാർത്ത നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആരാണിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ ഇരയുടെ പക്ഷത്ത് അല്ലെങ്കിൽ ഇരയായിട്ട് നിൽക്കുന്നത്? അത് ക്രൈസ്തവരാണ്, യഹൂദരാണ് എന്നുള്ളൊരു കാര്യം വളരെയധികം വാസ്തവം തന്നെയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ട് അത് ലോകക്രമത്തെ തന്നെ കലുഷിതമാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ആ മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂറോപ്പിൻ്റെ തെരുവുകൾ കലാപകലുഷിതമാക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നു. ആ ഭരണകൂടം അവിടുത്തെ രാജ്യങ്ങളുടെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അവരുടെ ഊർജ്ജവും സ്രോതസ്സും ഒക്കെ ഈ അഭയാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഇസ്ലാമിസ്റ്റുകളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു, ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ആ രാജ്യത്തെ പയ്യെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങളുടെ മറവിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത്. അതുകൊണ്ട് വളരെ അതിഭീകരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള അജണ്ട തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ നമ്മൾ പേടിക്കണം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ. ഇത്രത്തോളം ക്രൂരതകൾ കാണിച്ചവരെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഇവർ ശത്രുപക്ഷത്ത് നിർത്തുന്നവരാണ്. ഇവർ പറയുന്നത് പോലെ കാഫറുകളായിട്ടുള്ള ക്രിസ്ത്യാനികളും ഹൈന്ദവരും യഹൂദരും ഒക്കെ. പഹൽഗാമിലും ഇതിൻ്റെ മറ്റൊരു തനി ആവർത്തനം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ഈ ക്രൈസ്തവർക്ക് നേരെ ഇവർ ഈ കൂട്ടർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും ആ ഒരു സാഹചര്യത്തെ ഇവർ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുമോ എന്ന ഭയം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് നട്ടലോടുകൂടി തന്നെ ഭീകരതയായിട്ട് തുറന്ന് കാണിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിക്കണം. ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ച ശശി തരൂരിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം. അതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു അപജയം. ജോർജ് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഫ്രീ പാലസ്തീൻ്റെ കാലം കഴിയാൻ പോവാണ്. ട്രംപിൻ്റെ ആഗ്രഹപ്രകാരമുള്ള രീതിയിലുള്ള ഒരു റിവേരിയായിട്ട് ഒരുപക്ഷെ ഗാസ ഈ അടുത്ത നാളുകളിൽ തന്നെ അത് മാറുമായിരിക്കും. ഈ ബന്ദിമോചനം എല്ലാം അതിൻ്റെ എല്ലാം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനൊരു സുഭിക്ഷമായൊരു ഗാസ രൂപീകരിക്കപ്പെടുമ്പോൾ അന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് മറ്റൊരു ആശയം വേണം. അത് ഫ്രീ കാശ്മീർ ആയിരിക്കും. അതാണ് ഈ പെഹൽഗാം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. ഫ്രീ കാശ്മീർ എന്നുള്ള ഒരു ആശയമായിരിക്കും ഇനി അടുത്തതായിട്ട് ഇവർ പൊക്കി കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഇവർക്ക് ഒന്നിപ്പിക്കണം, ഇവരുടെ ആശയക്കാരെ ഒന്നിപ്പിക്കണം. അതിനുള്ള ഒരു ആശയം മാത്രമാണ് അവർ ഈ ഫ്രീ പാലസ്തീൻ. അടുത്തത് കാശ്മീരാണ്. ഇന്ത്യ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട കാര്യമാണ്. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം ഇപ്പോൾ ലണ്ടനിലും UK അത്തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. ചില പ്രൊട്ടസ്റ്റിൻ്റെ മധ്യത്തിൽ ഈ ഫ്രീ കാശ്മീർ എന്ന മുദ്രാവാക്യമൊക്കെ ഉയരുന്നു. അത് വളരെ വ്യക്തമായിട്ടുള്ള സൂചന ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താലോലിച്ച് അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരം മുദ്രാവാക്യങ്ങൾ നൽകുന്നുണ്ട്. നിലപാട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഭീകരരെ ഭീകരർ എന്ന് വിളിക്കുവാനുള്ള നട്ടെല്ല് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ നട്ടെല്ല് പൊളിറ്റിക്കൽ ഇസ്ലാമിന് പണയം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്
ഭീകരരെ ഭീകരർ എന്ന് വിളിക്കുവാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ഭീകരരെ അത് ഭീകരരാണ്, അവർ കാണിച്ചത് ക്രൂരതയാണ് എന്ന് പറയുവാൻ അവരുടെ നാവ് പൊങ്ങത്തില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിഗൂഢ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിലപാടിൽ ഞങ്ങൾ പങ്കുവച്ചതുപോലെ, ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുദ്രാവാക്യം അല്ല. അതിൻ്റെ പിന്നിൽ ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള അധിനിവേശപരമായിട്ടുള്ള ഒരു അജണ്ട തന്നെയുണ്ട്. അതിനാൽ ഫ്രീ പാലസ്തീൻ ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഒരു പ്രസക്തി ഒരുപക്ഷെ വരും നാളുകളിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഫ്രീ കാശ്മീർ പോലുള്ള അതീവ ഗൗരവമേറിയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗൗരവത്തോടുകൂടി കാണേണ്ട ചില മുദ്രാവാക്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉയർത്തിവിടുന്ന വക്താക്കളെ നിലയ്ക്ക് നിർത്തുവാൻ, അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.